ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾ എന്റെ മുടി നോക്കി അറിയാം, ഞാൻ അധികം പ്രിപ്പയർ ചെയ്യാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ബട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾ ചിലപ്പം കോളേജ് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പം കാർ മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലോൺ എടുക്കാൻ നിൽക്കുന്ന ഒരാളായിരിക്കാം. സൂപ്പർ പരിപാടിയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ഒരാളായിരിക്കാം. ലൈഫിൽ ഏതൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങളൊരു ഡിസിഷൻ, നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ 100% ഹെൽപ്പ് ചെയ്യും. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ കോളേജ് കഴിഞ്ഞ് നിന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷനിൽ വന്നപ്പം ഞാൻ ചെറുതായിട്ട് ഫെയിലായി. അവരുടെ ആ ട്രസ്റ്റ് നോക്കുന്ന സംഭവത്ത് എന്ന് വെച്ചാൽ ഒരു കമ്പനി നല്ലതാണോ എന്ന് നോക്കുന്ന സംഭവത്ത് ഞാൻ ഫെയിലായി. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ബട്ട് അത് കഴിഞ്ഞു, അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഇങ്ങനെ കുഴപ്പത്തില്ല, എല്ലാം കിടക്കുന്നു. ബട്ട് നമ്മൾ അടുത്തൊരു ഡിസിഷൻ എടുക്കണം. ലൈഫ് നമ്മൾ ഇങ്ങനെ ഓരോരോ സിറ്റുവേഷനിൽ ഇങ്ങനെ കൊണ്ടിട്ടോണ്ടേ ഇരിക്കും. അപ്പൊ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും, നിങ്ങൾ ഇപ്പം എവിടെയെങ്കിലും കൊണ്ട് ഇത്തിരി പൈസ കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഒരിടത്ത് പോയിട്ട് ട്രാപ്പായിട്ട് നിൽക്കുകയാണെങ്കിലും, നിങ്ങൾക്ക് എന്താ ഇനിയും ലൈഫിൽ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിലും, ഏത് ഡിസിഷനാണ് ഞാൻ എടുക്കേണ്ടത്, ആ വഴി ഞാൻ പോകണോ, ഈ വഴി പോകണോ, ഈ വഴി പോയാൽ എന്തോ പറ്റും, ഈ വഴി ചെന്നാൽ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ആ സിറ്റുവേഷനിലായിരുന്നു 2-3 ആഴ്ചയായിട്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളോട് തന്നെ ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നും, നമ്മളോട് തന്നെ വെറുപ്പ് തോന്നും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് അതല്ല യഥാർത്ഥത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതല്ല, നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ് അല്ല ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ചെയ്യേണ്ടയും കാര്യം എന്തുവെന്ന് വെച്ചാൽ, ആ സംഭവത്തിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നിങ്ങൾ എവിടെങ്കിലും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനിയുള്ള പ്ലാൻ എന്താണ് എന്നാണ് നോക്കേണ്ടത്. അത് നോക്കാതെ ഇപ്പം നമുക്ക് ഈ പറ്റിയ ഒരു അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ നമ്മൾ നല്ലവണ്ണം തിങ്ക് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് ചാടി എടുത്താൽ നമുക്ക് പിന്നെയും ആ മിസ്റ്റേക്ക് പറ്റും. അതായത് ഞാൻ ആ മിസ്റ്റേക്കിൽ പോയി പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സംഭവം എനിക്ക് പറ്റി, എങ്ങനെ ഇതിനകത്തു നിന്നും അടുത്ത വട്ടം ഇതിനകത്തു നിന്നും ഒരു ലൈഫ് ലെസൺ എടുത്തിട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ലൈഫിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും, എന്തൊരു പ്രശ്നം നിങ്ങൾക്ക് എവിടെ വെച്ച് പറ്റിയിട്ടുണ്ടെങ്കിലും, ദാറ്റ് ഇസ് എ ലെസൺ, ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് എന്നോട് എത്ര വേണമെങ്കിലും ആർഗ്യൂ ചെയ്യാം, ഞാൻ അതുപോലെ തന്നെ തിരിച്ച് ആർഗ്യൂ ചെയ്യാനുള്ള പോയിന്റും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. നമ്മൾ ലൈഫിൽ സക്സസ് കിട്ടിയ ആൾക്കാരെ നോക്കണം, ബട്ട് അവരെക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലൈഫിൽ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവർ ആ ഫെയിൽ ആയത് എന്തുകൊണ്ട് എന്നൊരാൾ പഠിക്കുകയാണെങ്കിൽ, ഒരു നിങ്ങളിപ്പോ തിങ്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് പോകേണ്ട ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എത്തണം, നിങ്ങൾക്ക് ഒരു മ്യൂസിക് ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ആവണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചോ. നിങ്ങൾക്ക് ഇവിടാണ് എത്തേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സക്സസ് പറ്റിയ ആൾക്കാരെല്ലാം നോക്കും. നിങ്ങൾ അനിരുദ്ധിനെ നോക്കും, സുഷിൻ ശ്യാമിനെ നോക്കും, എ ആർ റഹ്മാനെ നോക്കും, എല്ലാവരും നോക്കും. ബട്ട് നിങ്ങൾ നോക്കാതെ പോകുന്ന ചില ആൾക്കാരുണ്ട്, ഫെയിൽ ആയി പോയത്. ആദ്യമായിട്ടൊരു സക്സസ് കിട്ടി, പിന്നെ രണ്ടാമത് കിട്ടിയില്ല, അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അവർ ഫെയിൽ ആയി പോയി. അവരുണ്ട്. ഞാൻ പറയുന്നത് അവരെ പഠിക്കുക. കാരണം അവരുടെ ഫെയിലിയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മൾ ലൈഫിൽ ഏത് സിറ്റുവേഷനിലായാലും അവരുടെ ഫെയിലിയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഫെയിലിയർ, ആ മിസ്റ്റേക്ക് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എത്തുന്നതിന്റെ ദൂരം കുറയ്ക്കാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആണ്. ഇത് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ലെസൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 80-20 റൂളിന്റെ കൂട്ടുള്ള സംഭവമാണ്. ഇത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ നമുക്ക് ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. എനിക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഞാൻ ഈ മണ്ടൻ കമ്പനിയിൽ കയറിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെന്ന് പെട്ടുപോയി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ നമുക്കുണ്ടാകും. നമുക്ക് വിഷം വരും. ഓക്കെ, എനിക്ക് എല്ലാം മനസ്സിലായി, എനിക്ക് നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ പെയിനും എല്ലാം എനിക്ക് മനസ്സിലായി. ബട്ട് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. കാരണം അത്രമാത്രം പവർ ആണ് റെസ്പോൺസിബിലിറ്റിക്ക് ഉള്ളത്. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്രമാത്രം പവറും അത്രമാത്രം എനർജിയുമാണ് അതിനകത്ത് കിട്ടുന്നത്. കാരണം നിങ്ങൾ കാരണമാണ് അങ്ങനെ പറ്റിയത്. അതിന്റെ ഫുൾ എനർജി എടുക്കുക. നിങ്ങൾക്ക് വിഷമം വരും, സങ്കടം വരും, എല്ലാം വരും. ബട്ട് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ആയിരിക്കണം. ആരെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. ഇത് മനസ്സിലാക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം എവിടൊക്കെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ആദ്യം ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത്. രണ്ടാമത് ചെയ്യേണ്ടത് അടുത്തുള്ള കാര്യം പ്ലാൻ ചെയ്യുകയാണ്. സോ അടുത്തുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു.
ഇതിനകത്ത് ഈ ഫെയിലിയറിനകത്ത് നിന്ന് ഒരു ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തിരിക്കണം. ആ ചാപ്റ്റർ നിങ്ങളുടെ ഉള്ളിൽ കാണണം. കാരണം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട, നമുക്ക് ഡ്രീം ആയിട്ടുള്ള ഒരു സെൽഫ് ഉണ്ട്. അത് പറഞ്ഞാൽ ഈഗിളിന്റെ സെൽഫാണ്. നമുക്ക് ഈഗിളിന്റെ സെൽഫ് അല്ല, ഈഗിളാണ്. സോ അവിടെ നമുക്ക് എത്തണം. അവിടെ നമുക്ക് എത്താനാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നത്, നമ്മളെ പോലുള്ളവർ കേരളത്തിൽ ഒരുപാടായി കൂടി വരുന്നത് എല്ലാം ഇതുകൊണ്ടാണ്. ഓക്കെ, സോ ഞാൻ എന്റെ ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, ഇസഡ് ഗ്രൂപ്പ് എന്നുള്ള കമ്മ്യൂണിറ്റി, ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്. അതിനകത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. ഞാൻ പോസ്റ്റ് ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്കിങ്ങനെ പറ്റിപ്പോയി, ബട്ട് അടുത്ത ഒരു ഡിസിഷൻ എടുക്കണം, എന്ത് ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്ത് ഇതിനകത്തുനിന്ന് ഗ്രൈൻഡ് ചെയ്ത്, ഈ നമ്മള് സ്വർണ്ണം എടുക്കുന്നതാണ് കേട്ടില്ലേ, സ്വർണ്ണം എടുക്കുന്നത് എങ്ങനെ, വലിയ മൺകട്ട, വലിയ കല്ലൊക്കെ ആയിരിക്കും. അതിനെ ഇങ്ങനെ ആദ്യം കൊണ്ടുപോയി മെഷീനിൽ ഇട്ട് പൊടിയാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ അരിച്ചരിച്ച് അങ്ങനെ ഞാൻ അരിച്ചരിച്ച് എടുത്ത സാധനമാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് റീഡ് ചെയ്ത് തരാം. നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു കാര്യം പറയുന്നത്, ചുമ്മാ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഡെഡ് എൻറ്റിറ്റി, കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് 40 എത്രങ്ങാണ്ട് പേരാണ് ഉള്ളത്. ഞാൻ അവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല ഇതുവരെയും. എനിക്കറിയാം എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എന്താണ് അതിനകത്ത് ചെയ്യേണ്ടത്, എന്തൊക്കെ ടാസ്ക് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള എനിക്കറിയാം. ബട്ട് ഞാൻ വേണ്ടി ടൈം വെറുതെ കളഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു ഗ്രൂപ്പ്, നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ, ബട്ട് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങളുടെ ഈഗോ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. അയ്യോ, ഞാൻ മെസ്സേജ് അയച്ചിട്ട് ആരെങ്കിലും എനിക്കൊരു എന്ത് പറ്റാനാണ്, നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ഇത്രയും, ഞാൻ ഇന്നലെ പറഞ്ഞ കൂടിപ്പോ, നിങ്ങൾ ഇത്ര ആയി പോകരുത്. കാരണം ഒരാൾ ഒരു മെസ്സേജ് അയച്ചാൽ ഇപ്പൊ റിപ്ലൈ കിട്ടിയില്ല, 48 പേര് കണ്ടു, എനിക്ക് ആരും റിപ്ലൈ തരുന്നില്ല, ഞാനും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നു, നിങ്ങൾക്ക് എന്ത് പറ്റാനാ? അങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും, ആരും തന്നില്ലെങ്കിൽ ഓക്കെ, ഞാൻ ഉറപ്പായിട്ട് തന്നിരിക്കും. അങ്ങനെ ഇരിക്കത്തില്ല. അങ്ങനത്തെ സംഭവം നടക്കാനേ പോകുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഈ ഗ്രൂപ്പിൽ 3-4 പേരേ ഉള്ളൂ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചത്. നിങ്ങൾ കയറി നോക്കുവാൻ നിങ്ങൾക്ക് അറിയാം. സോ അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിരിക്കും. കാരണം അവർക്ക് വേണമെന്നുണ്ട്, മനസ്സിലായില്ലേ? സോ ഞാൻ നിങ്ങളെ ഇവിടെ ഇരുന്ന് ഈ ഗ്രൂപ്പിൽ നിങ്ങളിപ്പോ ജോയിൻ ചെയ്താൽ പോലും ഞാൻ നിങ്ങളെ അധികം ഫോഴ്സ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ഈഗോ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിപ്പോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പം നിങ്ങൾ ഫിറ്റ്നസിനെ കുറിച്ച് ചോദിക്കുക. എനിക്ക് ഫിറ്റ്നസിനെ കുറിച്ച് അറിയാം, പക്ഷെ ഞാൻ ഒന്നും പറയത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ചീവ് ചെയ്യാത്തൊരു കാര്യം ഞാൻ സംസാരിക്കാറില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ അറിയാവുന്നവർ കാണും, നല്ല ഫിറ്റ് ബാക്ക് ഉള്ളവർ, നല്ല ബോഡി ഉള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബോഡി ഉള്ളവർ കാണും. അവര് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യും. അവരൊന്നും നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും അവസാനം തരും. ഓക്കെ, സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഡെഡ് എൻറ്റിറ്റി ആയിട്ട് ഈ ഗ്രൂപ്പിന് വെറുതെ 100-1000 പേരെ കയറ്റാൻ എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് വേണ്ട. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വേണ്ട. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കയറുന്നുണ്ടെങ്കിൽ ബി ആക്റ്റീവ്. എനിക്ക് ആ ഒരു കാര്യം മാത്രമേ പറയാവുള്ളൂ, ബി ആക്റ്റീവ്. നിങ്ങളുടെ ഈഗോ വിട്ട് കളഞ്ഞിട്ട് മെസ്സേജ് അയക്കുക, സംസാരിക്കുക, ബാക്കിയുള്ളവരോട് അഡ്വൈസ് തരാൻ പറയുക, നിങ്ങൾ ചെയ്യുന്ന കാര്യം പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള കാര്യം പറയുക. അങ്ങനെയാണ് നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാം നിങ്ങൾക്ക് എന്താ, ഇതിപ്പോ നിങ്ങളുടെ കുഴപ്പമല്ല. ഞാൻ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങളുടെ കുഴപ്പമല്ല. എല്ലാം നമുക്കിങ്ങനെ വീട്ടുകാർ തരും, സൊസൈറ്റി തരും, നാട്ടുകാർ തരും, പൂണി, ഇങ്ങനെ എല്ലാ സ്പൂണിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെ നമുക്കൊരു കാര്യം സ്വയമായിട്ട് ചെയ്യണമെന്ന് തോന്നത്തില്ല. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് ബി എ ഡെഡ് എൻറ്റിറ്റി. ഒരു ഡെഡ് എൻറ്റിറ്റി, ഒരു നിങ്ങളുടെ ബാക്കിയുള്ള ഗെയിമിംഗ് ചാനലിൽ നിങ്ങൾ കയറിയിരിക്കുന്നതിന്റെ കൂട്ട്, ബാക്കിയുള്ള നിങ്ങൾ തുണ്ട് ചാനലിൽ കയറിയിരിക്കുന്നതിന്റെ കൂട്ട് പ്രയോജനം ഉണ്ടെന്ന് പറയാം. ബാക്കിയുള്ള ചാനലിൽ നിങ്ങൾ കയറിയിരിക്കുന്നതിന്റെ കൂട്ട് കയറി ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. ബി ആക്റ്റീവ് ആൻഡ് നിങ്ങളുടെ ഈഗോ വിട്ട് കളഞ്ഞിട്ട് അതിനകത്ത് മെസ്സേജ് അയക്കും. ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ. എനിക്ക് സീറോ അറ്റാച്ച്മെന്റ് ആണ് ആ ഗ്രൂപ്പിനോട്, സീറോ അറ്റാച്ച്മെന്റ്. എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷനും അതുമായിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ഡെഡ് എൻറ്റിറ്റി ആയിട്ട് നിങ്ങൾ അതിനകത്ത് കയറിയിരിക്കരുത് പ്ലീസ്. നിങ്ങൾ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, ഇങ്ങനെ ഒരാൾ നിങ്ങളോട് പറയുന്ന ഒരു ഗ്രൂപ്പ് കയറിയിട്ട് എല്ലാവരും എനിക്കങ്ങനെ വേണ്ട. എനിക്കങ്ങനെ നിങ്ങളെ വേണ്ട. എനിക്ക് വേണ്ടത് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള, ഇതിനകത്തൊരു ബ്രോഡ്കാസ്റ്റ് ചാനലും ഉണ്ട്. അതിനകത്ത് 48 പേരെ കണ്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മേളിൽ പോയി നോക്കിയാൽ ജസ്റ്റ് ഫൈൻഡ് ചെയ്യും. ഇത്ര കുഞ്ഞു പിള്ളേരൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഫൈൻഡ് ചെയ്യും. ഞാൻ ഫോൺ ചെയ്യുന്നില്ല, ഞാൻ പറയാം. അതിന് മേളിൽ പോയി നോക്കിയാൽ ചാറ്റ്, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്ന ഒരു ലിങ്ക് ഉണ്ട്. അത് സെയിം തന്നെയാണ്, ഒരു സൂര്യന്റെ പടമൊക്കെ നല്ലൊരു ലിങ്ക് ഉണ്ട്. സോറി, ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ കയറാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഫോട്ടോ കാണാം. സോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ കയറുക. അല്ലാതെ എനിക്ക് അതിനകത്ത് 1000-100 പേരെയും വേണ്ട. എനിവേ, ഞാൻ അതിനകത്ത് ഒരു പോസ്റ്റ് നിങ്ങളെ റീഡ് ചെയ്ത് കാണിക്കാം. തിങ്ക് ആൻഡ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ, അതർവൈസ് യു ഫെയിൽ ഇൻ ദിസ് ഗെയിം. യെസ്, ലൈഫ് ഈസ് എ ഗെയിം. 1, സ്റ്റഡി ദ റൂൾസ് ഇൻ ദിസ് ഗെയിം. 2, then try to fail in this game.
മനഃപൂർവ്വം പറഞ്ഞതാണ്. 3, then learn from this game. 4, then you will. Think about it. നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് ഗെയിമാണ്, ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഗെയിം. കളിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇതിനകത്ത് നിയമം പഠിക്കണം. 2, പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾ ഫെയിൽ ആവണം. ഓക്കെ, ഞാൻ ലൈഫിൽ ഫെയിൽ ആയി പോകണം, തോറ്റു പോകണം, ബിൽഡിങ്ങിന്റെ മണ്ട എടുത്ത് കാരണം അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് ഫെയിൽ ആവണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫെയിൽ ആവും, ചിലപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഫെയിൽ ആയിപ്പോ, ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് ഫെയിൽ ആയിപ്പോ. ഓക്കെ, ആ ഫെയിൽ. ദെൻ ആ പാഠം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, നമ്മളൊരു ലൈഫിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ നമ്മൾ ഫെയിൽ ആയി, ആ ഫെയിൽ ആയി പോയി. അതിനകത്ത് നിന്ന് നമ്മൾ പാഠം എടുക്കണം. ഞാൻ പിന്നെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, മ്യൂസീഷ്യന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. തോറ്റ മ്യൂസിക് പഠിക്കുന്നവരെ നിങ്ങൾ നോക്കുകയാണെങ്കിലാണ് ആ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വിൻ ചെയ്യാൻ പറ്റും. ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ്. ബട്ട് എല്ലാവരും പറയുന്ന ആൾക്കാരുടെ കയ്യിൽ കോടിക്കണക്കിന് പൈസയാണുള്ളത്. കാരണം അവരെല്ലാം ഇതറിയാവുന്നവരാണ്, അവരെല്ലാം എന്റർപ്രണേഴ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്കാര്യങ്ങൾ നിങ്ങൾ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹൗ ടു തിങ്ക്. അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. അതാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഹൗ ടു തിങ്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് യു വാണ്ട് ടു അച്ചീവ് the end of this year in life. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ബട്ട് ഐ ഡോണ്ട് കെയർ. സോ എന്താണ് ഈ വർഷം അവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത്? മുല്ലപ്പെരിയാർ പൊട്ടിയില്ലെങ്കിൽ, ഓക്കെ, ചിലപ്പം എനിക്ക് തോന്നുന്നു പോട്ടെ, അത് പോട്ടെ, നമ്മൾ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പോലീസ് വരും. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, മുല്ലപ്പെരിയാർ അല്ല, ഇത് ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ഈ വർഷം എൻഡ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടത് എന്നൊരു പ്ലാൻ നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? സോ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ യൂട്യൂബറിന്റെ കൂട്ട് ഇവിടെ ഞാൻ നിങ്ങളെ ചുമ്മാ പറയല്ല, ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ട് എനിക്ക് എന്താണ് വേണ്ടതെന്ന്. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കും. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇഫ് യു ഡോണ്ട് ഹാവ് ദ കറക്റ്റ് ആൻസർ, നിങ്ങൾക്ക് ഇതിനുള്ള കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ഈ വർഷം എൻഡ് ചെയ്യുമ്പോൾ, 2024 എൻഡ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്കൊരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ, then ask yourself. നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ആ ചോദ്യമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള എനർജി തന്നത്. ആ ചോദ്യം കാരണമാണ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത്. കാരണം എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഞാൻ അതിനകത്ത് നിന്ന് റിഫൈൻ ചെയ്ത് കണ്ടുപിടിച്ചു അതിന്റെ ഉത്തരം. അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. സോ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. സി, ഇതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഗ്രാമർ മിസ്റ്റേക്കിനെ കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കം ആൻഡ് ആർഗ്യൂ വിത്ത് മീ. സോ എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ തമാശല്ല, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആർ യു പ്ലേയിങ് ദിസ് ഗെയിം ഓർ സംബഡി എൽസ് ഈസ് പ്ലേയിങ് ദിസ് ഗെയിം, ഓർ you are just a character in their game? Just a character. അത് മാത്രമേ ഉള്ളൂ. വേറൊരാളോ ചെയ്യുന്ന പ്ലാനിനകത്ത്, വേറൊരാൾ അവരുടെ ലൈഫിന് വേണ്ടി, അവരുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അവർക്ക് നല്ലതാവാൻ വേണ്ടി അവര് ചെയ്യുന്ന അവരുടെ പ്ലാനിനകത്ത്, അവരുടെ ഗെയിമിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രമാണോ? അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ, ഇറ്റ് ഈസ് ദ ടൈം ടു ചേഞ്ച്. ബി എ ഈഗിൾ ഓറിയോൺ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട്, ഇപ്പൊ നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രോ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ കണ്ട് അടുത്തൊരു വീഡിയോ കണ്ടിട്ട് പോവാം. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ നിങ്ങൾ 1000 വീഡിയോ കണ്ടിട്ടും, സെൽഫ് ഇംപ്രൂവ്മെന്റ് 1000 വീഡിയോ നിങ്ങൾ കണ്ടിട്ടും ഒരു പ്രയോജനമില്ല. ഈവൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടും ഒരു പ്രയോജനമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചതിന്റെ കാര്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്ലാനിങ് നടത്തിയിരിക്കണം. നിങ്ങൾക്ക് വേണ്ട കാര്യമെല്ലാം ഇതിനകത്തുണ്ട്. തിങ്ക് അബൌട്ട്.
നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതിനകത്ത് കളിക്കുകയാണോ, അതോ നിങ്ങൾ ഇപ്പോഴും വേറൊരാളുടെ ഗെയിമിലെ ക്യാരക്ടർ മാത്രമാണോ? ജസ്റ്റ് എ ക്യാരക്ടർ മാത്രമാണ്. Think about it. You will never walk alone because we are the Z group. This is not the end. This is the beginning. Love you, brother. Uma.